സാറേ ബീഹാർ തിരഞ്ഞെടുപ്പൊക്കെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വലിയൊരു അടി ഒരു സൈഡിൽ കാണാനുണ്ട്. അത് ബീഹാർ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഈ PM ശ്രീയിൽ ഇപ്പോഴും CPI അങ്ങോട്ട് മെരുങ്ങുന്നില്ല എന്നുള്ളതാണ്. CPI ഇപ്പോഴും പിണറായിയുടെ നെഞ്ചത്ത് കയറിയെന്ന് താണ്ടവാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഫണ്ട് കൊണ്ടുവരണ്ട, തൽക്കാലം ഫണ്ടടിച്ച് മാറ്റണ്ട, PM ശ്രീ ഇവിടെ നടപ്പാക്കില്ല എന്ന് CPI കട്ടയ്ക്ക് നിൽക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് പൊതുവെ മാധ്യമങ്ങളെ കാണുമ്പോൾ ഒരു കലിപ്പുണ്ട്, അത് ഇതിൽ കൂടെ അങ്ങ് തീർത്തു. വീണ്ടും മാധ്യമങ്ങളുടെ നെഞ്ചത്ത് കയറുന്നുണ്ട്. എന്താണ് ഈ CPI വഴങ്ങുന്നുമില്ല? കാരണവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പണ്ട് മുറുക്കാനൊക്കെ ചോദിച്ച് നമ്മൾ ഈ പറയുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നത് പോലെയൊക്കെ ഉള്ള ഒരു ഇതിൽ പിണറായി നിൽക്കുകയും ചെയ്യുന്നു. വല്ലാത്തൊരു അസ്വസ്ഥതയിലാണ് സർക്കാർ ഇപ്പോ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, വാസു അകത്തായി, PM ശ്രീ ഇങ്ങനെ കിടക്കുന്നു, CPI മെരുങ്ങുന്നില്ല. എന്താകും അവസ്ഥ? പണ്ട് കാളയ്ക്ക് ചുവപ്പ് കണ്ടു എന്ന് പറയുന്നത് പോലെ കലിപ്പ് കയറുമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിൻ്റെ പേരിൽ കറുത്ത മാസ്ക് ധരിച്ച എത്ര പേരാണ് രക്തസാക്ഷികളാകേണ്ടി വന്നത്? അത് ഞാൻ മാസ്ക് ധരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കറുപ്പ് മാത്രമേ ഉള്ളൂ കളറ്. കറുപ്പിന് അവിടെ വിലക്കേർപ്പെടുത്തി. ആ കറുപ്പിന് വിലക്കേർപ്പെടുത്തിയ ആൾക്കാർ തന്നെയാണ് ഹിജാബിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, ഹിജാബ് ധരിപ്പിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുന്നു. ഈ കറുത്ത മാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ജീവൻ രക്ഷാമാർഗമാണ്. അപ്പം ഈ കറുത്ത മാസ്ക് ഇട്ടവരെ അദ്ദേഹത്തിൻ്റെ DYFI ഗുണ്ടകളും ഗൺമാനും ഒക്കെ ചേർന്ന് മർദ്ദിക്കുകയും ഒക്കെ ചെയ്ത് തല തല്ലി പൊട്ടിച്ചത്. ഒരു വൈകല്യമുള്ള ആളിനെ ചെടിച്ചട്ടികൾ കൊണ്ടും ലാത്തി കൊണ്ടും അടിച്ച് തല പേര് രക്ഷാപ്രവർത്തനം, രക്ഷാദൗത്യം. ഇത് രക്ഷാദൗത്യം അല്ലായിരുന്നു എന്നാണ് ആ 1 കോടി രൂപയുടെ ബസിന്റെ മുൻ സീറ്റിലിരുന്നു കൊണ്ട് അരുളപ്പാടുണ്ടായത്. അത് നമുക്കറിയാമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി ഇപ്പൊ കഴിഞ്ഞ ദിവസം, സാധാരണഗതി പത്രക്കാർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മിണ്ടാതങ്ങ് പോകുന്ന പതിവ് അധികം, മുഖവും വെറുപ്പിച്ച് കടന്നല് കുത്തിയതുപോലെ. ഈ പ്രാവശ്യം ഒരു പത്രക്കാരൻ പയ്യൻ, അദ്ദേഹം CPM-ന്റെ പോളിറ്റ് ബ്യൂറോ യോഗം കഴിഞ്ഞിട്ട് കേരളത്തിലല്ലേ, ഡൽഹിയിൽ AKG ഭവനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. AKG സെൻട്രൽ അല്ല, ഭവൻ. അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാറിലോട്ട് കയറുന്നതിന് മുമ്പ് ചോദിച്ചു, നമ്മുടെ കേരളത്തിലെ PM ശ്രീ പദ്ധതിയുടെ കാര്യം ചർച്ചയ്ക്ക് വന്നു. ഇങ്ങനെ രൂക്ഷമായിട്ട് ദഹിച്ചു പോകുമ്പോൾ പത്രക്കാർ അതുപോലെ ഭസ്മമാക്കി കളയും. ശിവന്റെ ഒക്കെ നോട്ടം, കാമദേവനെ പണ്ട് ഭസ്മമാക്കി കരിച്ചു കളഞ്ഞു, അതുപോലൊരു നോട്ടം. അതോടുകൂടി പത്രക്കാരൻ ദഹിച്ചു. അതിന്റെ പുറത്ത് ഇത്രയും വർത്തമാനം. നിങ്ങൾ പത്രപ്രവർത്തനത്തിലേക്ക് വന്നിട്ട് എത്ര വർഷമായിട്ടുണ്ട്? ഒരു ചോദ്യം. ജോലി എടുക്കാനാണോ? എന്താ വല്ല ജോലി വല്ല എക്സ്പീരിയൻസ് വെച്ചിട്ട് പേഴ്സണൽ സ്റ്റാഫായിട്ട് വല്ലതും എടുക്കാനാണ്? അങ്ങനൊന്നും ഇല്ല. അതുപോലും ഇല്ലാത്ത എത്ര എണ്ണത്തിനെയാണ് പിടിച്ച് പേഴ്സണൽ സ്റ്റാഫായിട്ട് പെൻഷൻ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കുറെ എണ്ണത്തിന് പാർട്ടിക്കാരനാണെന്നല്ല വിദ്യാഭ്യാസം ഒന്നും വേണം. അപ്പൊ ഈ പത്രക്കാരൻ അങ്ങ് ദഹിച്ചു പോയി. എന്തായാലും വാർത്ത പുറത്തു വന്ന അദ്ദേഹത്തിന്റെ നോട്ടം വിഷ്വലും പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് കാര്യം എന്നറിയാം? തദ്ദേശ തെരഞ്ഞെടുപ്പ് വരിക, സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ആയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലെ സൗഹൃദ മത്സരമുണ്ട്. തൃശ്ശൂരിൽ നിന്ന് പാർട്ടി പ്രവർത്തകർ കുറെ പേര് അങ്ങ് BJP-യിലോട്ട് മാറി. അതില് അടിപടലം മാറിയ കൂട്ടത്തിൽ അവരുടെ സിറ്റിംഗ് കൗൺസിലറും കൂടെ ഉണ്ട്. അധികാരത്തോടു കൂടി BJP-യിലേക്ക് അങ്ങ് അടപടലം മാറി. അപ്പൊ തൃശ്ശൂരിൽ അവർ പൊട്ടുമെന്ന് ഉറപ്പായേ. തിരുവനന്തപുരത്ത് പൊട്ടുമെന്ന് ഉറപ്പായപ്പോ ആര്യ രാജേന്ദ്രൻ മട്ടന്നൂരിലേക്ക് പോവാണ് MLA ആവാൻ വേണ്ടിയിട്ട്. ധന്യക്ക് അറിയാമല്ലോ, ധന്യ തിരുവനന്തപുരംകാരിയാണല്ലോ. തിരുവനന്തപുരത്തുള്ള ഒരാളും വടക്കൻ ജില്ലകളിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുകയില്ല. ശ്രീപത്മനാഭന്റെ മണ്ണാണ്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന സ്ഥലവുമാണ് അല്ലേ, കജൂർ കച്ചേരി ഇരിക്കുന്ന സ്ഥലവും. സാധാരണഗതിയിൽ ജില്ലയ്ക്ക് പുറത്തൊരു കല്യാണ ബന്ധത്തിൽ ഏർപ്പെടാൻ പോലും തയ്യാറാവുക അങ്ങനത്തെ ആൾക്കാരാണ്. ഈ മനുഷ്യന് സച്ചിൻ ദേവ് എന്ന് പറയുന്ന ഈ MLA-ക്ക് തിരുവനന്തപുരത്ത് എല്ലാ സൗകര്യങ്ങളും ഉള്ള MLA ഹോസ്റ്റലില്ലേ? പിന്നെന്താ, വീട് സർക്കാർ ചെലവിനുണ്ട് വീട്. അതുപോരാഞ്ഞ് മട്ടന്നൂരിലേക്ക് പോകുന്ന എന്തിനാണെന്ന് പറഞ്ഞ 2 വയസ്സുള്ള കുഞ്ഞുണ്ട്. അപ്പോൾ അതിനെ നോക്കാൻ വേണ്ടി സച്ചിൻ ദേവിൻ്റെ സഹായത്തോടു കൂടി അവിടെ സെറ്റിൽ ചെയ്യാനാണ്. ഇങ്ങനെയൊക്കെയാണോ രാഷ്ട്രീയം? ഇപ്പം പണ്ടങ്ങ് ഇങ്ങനെയല്ല രാഷ്ട്രീയം നടത്തിയിരുന്നത്. സഖാവ് P. കൃഷ്ണപിള്ള അങ്ങ് കേരളത്തിന് പുറത്തുനിന്ന് വന്നാണ് വൈക്കത്തും അതുപോലെ അതിനപ്പുറവും അങ്ങ് പിണറായിയിലും പോയി പാർട്ടി പടുത്തുയർത്തിയത്. രാപകലില്ലാതെ കഷ്ടപ്പെട്ടത്. ആ പാർട്ടിയിലെ പുതിയ താരം ജെൻ-സി ആണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്. അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, കഴിഞ്ഞ ദിവസം കടന്നൽ കുത്തിയതുപോലെ തന്നെയാണ്
കത്തയച്ച ശേഷം ഉം. 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 ശിവൻകുട്ടി ആകെ അങ്ങ് മൂഡ് ഓഫാ, വൈബില്ല, ഉം. ആകെ മൂഡ് ഓഫില്ല. കഴിഞ്ഞ ദിവസം കത്ത് അല്ല, ഒരു ഉപകാരം കൊണ്ട് എന്തുവാണെന്ന് കണ്ടാൽ മനസ്സിലാവുകയില്ല, കൊണ്ടു കൊടുത്തു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അന്നേരം വളരെ ചിയർഫുള്ളായിരുന്നു കേട്ടോ. ശിവൻകുട്ടി തന്നെയോ ഇതെന്ന് നമ്മൾ ഒന്നുകൂടെ നോക്കി പോകും. അതുപോലെ നല്ല ചിയർഫുൾ, രണ്ടുപേരും ചിരിയാ, ധർമ്മേന്ദ്ര പ്രധാനും ചിയർ ബോയ്. അവിടെ വെച്ച് ഇവർ തമ്മിൽ നല്ല സരസമായിട്ട് ചിരിച്ചുകൊണ്ടുള്ള സംഭാഷണവും നടന്നു. ഒരാൾ BJP മറ്റേ CPM ആണെന്ന് നമുക്ക് തോന്നുകയില്ല. അമ്മാതിരി സൗഹൃദ സംഭാഷണം ഒക്കെ നടത്തിയിട്ടാണ് തിരിച്ചു വന്നത്. പക്ഷെ പെട്ടെന്ന് എന്തു സംഭവിച്ചു എന്നറിയില്ല. കാരണം എന്താണെന്നറിയാം, തിരിച്ച് അല്ല സംഭവിച്ചത് തന്നെ, കാര്യം ഞാൻ പറയാം. അപ്പം നമ്മൾ ABC-യിൽ ഒരു ഇത് വന്നിരുന്നു, കത്തല്ല കൊടുത്തു ഉപകാരം. CPI-കാരുടെ ശ്രദ്ധയിൽ അത് പെട്ടുകയാണ്. അപ്പോൾ ഉടനെ എന്താ കത്ത് കൊടുക്കാൻ, ഉപകാരം കൊടുക്കാൻ പോയത്? ദഹിച്ചില്ല ഇവർക്ക്. RSS എന്ന് പറയുന്ന സവർണ ഫാഷിസ്റ്റ് ഹെജമണി, ഞങ്ങൾ സഹിക്കത്തില്ല, ബിനോയ് വിശ്വം സഹിക്കില്ല. അപ്പം എന്നും പറഞ്ഞുകൊണ്ട് അവർ വേളം ഉണ്ടാക്കി. എന്ത് കത്ത് കൊടുക്കാൻ എന്താ താമസം എന്ന് ചോദിച്ചു. അപ്പം ശിവൻകുട്ടി ഇന്നാ പിടിച്ചു എന്ന് പറഞ്ഞ് വാശിക്ക് ഒരു കത്തങ്ങോട്ടങ്ങ് വിട്ടു, ഡൽഹിക്ക് കത്ത് വിട്ടു. കത്ത് വിട്ട് കഴിഞ്ഞതിന് ശേഷമായി മൂഡ് ഓഫ് ഉണ്ടായത്. കാര്യം എന്താണെന്നറിയാമോ? പറഞ്ഞു വെച്ചത് ഇങ്ങനെ ധർമ്മേന്ദ്രൻ, ഞാൻ ഊഹിക്കുവാണേ, ഇത് എനിക്ക് തെളിവില്ല, സാധാരണഗതി പറഞ്ഞത് ഇങ്ങനെ, അതെ ഞങ്ങൾക്കിത് ഒപ്പിടണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, ശല്യം പിടിച്ചൊരു CPI ഉണ്ട് അവിടെ, നേതാക്കൾ മാത്രമുള്ള പാർട്ടി, അവർ സമ്മതിക്കുന്നില്ല. ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭയൊക്കെ വരിക, അതുവരെ ഞങ്ങൾക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നിന്നേ ഉള്ളൂ. അതുകൊണ്ട് തൽക്കാലം ഒന്ന് അടങ്ങി നിൽക്കുക, അത് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് ഇതെല്ലാം ശരിയാക്കി ഞങ്ങൾ ഒപ്പിട്ട് വരാം BMC. അതുകൊണ്ട് തൽക്കാലം നമുക്കൊരു അടവ് നയം, ആ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇങ്ങോട്ട് വന്നപ്പോഴാ കത്തിൻ്റെ കുഴപ്പം എന്താണെന്നറിയാം, മറ്റേത് രേഖാമൂലമല്ല, കത്തെന്ന് പറയുമ്പോൾ റെക്കോർഡായി കഴിഞ്ഞു. റെക്കോർഡായി ഒപ്പിട്ടല്ലോ സാർ, ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഒപ്പിട്ട് കഴിഞ്ഞില്ലേ? വാസുകി ഒപ്പിട്ടു, അതാ ഞാൻ പറഞ്ഞു. അതെ സത്യമാണത്. പദ്ധതിയുടെ ഫണ്ടും കിട്ടിയെന്നെ 91 കോടി രൂപ വാങ്ങിച്ചു കഴിഞ്ഞു പദ്ധതി കൂടെ. പിന്നെ ഇനി കത്ത് കൊടുത്തിട്ട് ഇതിപ്പം പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറയാം. കല്യാണമൊക്കെ നിശ്ചയിച്ചു, ഉറപ്പിച്ചു, മോതിരം കൈമാറി, ജാതകം കൊട, തിരുവനന്തപുരത്ത് ജാതകം കൊടയും നടന്നു കഴിഞ്ഞു. അപ്പോഴാണ് കല്യാണ തീയതി നിശ്ചയിച്ചു കഴിഞ്ഞ് അതിൽ വെച്ചാണല്ലോ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ കല്യാണം കുറച്ച് നാളത്തേക്കൊന്ന് മാറ്റി വയ്ക്കുക, കാരണം ഒരു കാമുകി കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു, ഒന്ന് തൽക്കാലത്തേക്കൊന്ന് മാറ്റി വയ്ക്കും കല്യാണം എന്ന് ആവശ്യപ്പെടുന്നവരെ ആവശ്യപ്പെടുന്നത് നടത്തില്ല. ഇതിൻ്റെ പേരിലായി കലകം, മനസ്സിലായോ? അപ്പം ഇത് ആകെപ്പാടെ ഇവിടെ വഷളായിരിക്കുക സ്ഥിതി. ഇപ്പം പഞ്ചായത്ത് നടക്കാൻ പോകുന്ന എന്താണ്, കോർപ്പറേഷൻ നടക്കാൻ പോകുന്ന മുനിസിപ്പാലിറ്റിയിൽ CPI-കാർ CPM-നിട്ട് പാരവയ്ക്കും, CPM-കാർ തിരിച്ചും കാണും. CPI അവിടെ ഒരു പ്രശാന്ത് സുമന്റെ പാർട്ടിയായിട്ട്, പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയായിട്ട് മാറും. എന്താണ് ആയിട്ട് മാറും. ഇതപ്പോൾ നടക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ്. അപ്പം അന്നേരം തിരിച്ചു ഇങ്ങോട്ടും വരുമല്ലോ എന്നുള്ള ഒരു പേടിയിലാണ് ഈ പിണറായി വിജയൻ ഇപ്പം വേഭതു മൂണ്ടിരിക്കുക. ആകെ അസ്വസ്ഥന, റെസ്റ്റ്ലെസ് ആണ്. അതിനിടയ്ക്കായി പത്രക്കാരൻ്റെ ഒരു കുത്ത് അല്ലേ, ആമം കൊണ്ടൊന്നൊരു പാര ചോദ്യം വെച്ചിരിക്കുന്നു, സഹിക്കുമോ? അവിടെ നല്ല വിമർശനം വന്നു കാണും പോളിറ്റ് ബ്യൂറോയിൽ. ഇടതുപക്ഷ നയ സമീപനങ്ങളിൽ നിന്നുള്ള വ്യതിയാനമല്ലേ നിങ്ങൾ PM ശ്രീ കൊടുത്തതെന്ന് വിമർശിക്കും. 1600 രൂപ ഉണ്ട് പോളിറ്റ് ബ്യൂറോ കൊണ്ട കൊടുക്കുമോ? ചുമ്മാ ഉണ്ടാവുമോ? അതാണ് പണ്ട് ചോദിച്ചത്. ബിനോയ് വിശ്വം കൊണ്ട തരുമോ 1600? അതാണ് തലേ ദിവസം വളരെ കറക്റ്റായിട്ട് ശിവൻകുട്ടി പറഞ്ഞു. 1600 രൂപ, 1600 അല്ല 1300 ഉള്ളൂ. 1300 കോടി രൂപ കിട്ടാത്തതിന് ഞാൻ ഉത്തരവാദി. പിന്നെ ഞാൻ ഒഴിക്കുന്ന പറഞ്ഞാൽ മുഖ്യമന്ത്രി ഉത്തരവാദിയാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങളെല്ലാം കൂടെ അല്ലേ എന്നെ നിർബന്ധിച്ചത് കത്ത് കൊടുക്കാൻ വേണ്ടി. അപ്പം നിങ്ങൾ 1300 കോടി രൂപ കേരളത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു. ബിനോയ് വിശ്വത്തിൻ്റെ മക്കളിൽ രണ്ടല്ല നല്ല വിദ്യാഭ്യാസം. പാവപ്പെട്ടവൻ്റെ മക്കളൊന്നും അങ്ങനെ പഠിക്കണ്ട. ചാത്തമ്പുലേൻ്റെ മക്കളൊക്കെ പഴയ സ്കൂളിലൊന്നും പോകണ്ടെന്ന് പറഞ്ഞതുപോലെ അവർ പഠിക്കാൻ പോകാൻ പാടില്ല എന്ന് പറഞ്ഞതുപോലെ സവർണ മാടമ്പി മനോഭാവമാണ് ഇപ്പൊ ബിനോയ് വിശ്വം കാണിക്കുന്നത്. അവർക്ക് 1300 രൂപ കോടി കൊടുത്തിട്ട് അവർക്ക് മറ്റുള്ള സവർണരെ പോലെ, സവർണരല്ല സമ്പന്നരെ പോലെ വിദ്യാഭ്യാസമുള്ളവരാക്കി മാറ്റാം.
അല്ല ഇവരിപ്പോ പറയുന്നത്, ബിനോയ് വിശ്വം പറയുന്നത് RSSന്റെ പുസ്തകങ്ങൾ, അതായത് ഗോഡ്സെ കുറിച്ച്, സവർക്കറെ കുറിച്ച്, പിന്നെ ഇവർക്ക് കണ്ടുപിടിക്കാത്ത കുറെ ആളുകളുണ്ടല്ലോ, ഇവരെയൊക്കെ കുറിച്ച് പഠിപ്പിക്കും. അതാണ് ഇവരുടെ ഇപ്പം പ്രധാന പ്രശ്നം ഇവർ പറയുന്നത്. അല്ല, പഠിപ്പിച്ചാലും ഈ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമാണല്ലോ ഇത്, പുതിയ വിദ്യാഭ്യാസ നയം. അതിലെന്താ പറയുന്നത്? നിങ്ങൾ ഈ പുസ്തകത്തിലേത് കാണാതെ പഠിച്ച് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. ആ പുസ്തകത്തിൽ പഠിച്ച പാഠങ്ങളെ ആധാരമാക്കി അതിനെ എതിർത്തുകൊണ്ട് വാദിച്ച് ചുമ്മാ വട്ടം ഈ രാഹുൽ ഗാന്ധി പറയുന്ന പോലെ ആവരുതെന്നേ ഉള്ളൂ. ശരിയായ രീതിയിൽ അതിനെക്കുറിച്ച് നമ്മുടെ ഈ സംവാദങ്ങളിൽ നടക്കുന്നത് പോലൊക്കെയുള്ള അഭിപ്രായങ്ങൾ എഴുതി വെച്ചാലേ മാർക്ക് കിട്ടൂ. അല്ലാതെ കാണാൻ പഠിക്കുന്ന പരിപാടി നിർത്തി. തലയ്ക്കകത്ത് ആൾതാമസമുള്ളവനെ മാർക്ക് കിട്ടൂ. ആ രീതി വന്നു. അവൻ വന്നാ മതി, ബാക്കിയുള്ളവൻ വരണ്ട എന്നുള്ള നിലപാട് സർക്കാർ വിദ്യാഭ്യാസ നയങ്ങളിൽ വരണമെങ്കിൽ പിള്ളേരുടെ നന്നാവാൻ സമ്മതിക്കില്ലെന്നേ എന്ന് മാത്രമല്ല, ഞങ്ങൾ നന്നാവില്ല, ഇനി നിങ്ങൾ നന്നാവണ്ട. അതെ, ഇപ്പൊ തന്നെയല്ല പിള്ളേർ കള്ളം പറയാൻ പഠിക്കുക. നമ്മളിപ്പോ ഇതിപ്പോ ഫ്രീസാണോ, ഇത് ഇളവ് ചെയ്യലാണോ, അതോ നിർത്തലാണോ, എന്താണ് ഒരു പിടിയും പിള്ളേർക്ക്? ആശയക്കുഴപ്പം, കള്ളം, അസത്യം, ഇതൊക്കെയാണ് വിദ്യാഭ്യാസ വകുപ്പിലും അതുപോലെ CPI ആയിട്ട് ചേർന്ന് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിള്ളേർ തന്നെ എന്താ, നമ്മളിപ്പോ NEP-യിലുണ്ടോ, നമ്മളിപ്പോ PM ശ്രീയിലുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരവുണ്ടോ? അപ്പൊ അതൊരു കള്ളമല്ലേ, അസത്യമല്ലേ? എയ്തർ നോ ഓർ യെസ് ആരെങ്കിലും പറയുന്നുണ്ടോ? അപ്പൊ പിള്ളേരെ കള്ളം പഠിപ്പിക്കുക, മനസ്സിലായില്ലേ? വ്യാജോക്തികൾ പഠിപ്പിക്കുക. അതെന്തൊരു വിദ്യാഭ്യാസമാണ്? കേരളം എന്തൊരു പരിഹാസ്യമായിട്ടുള്ള നിലയിലാണ്. പുതിയതിനെ നമ്മൾ സ്വീകരിക്കണം. സവാർക്കറെ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? സവാർക്കർ 8-ലെ പുസ്തകത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നിങ്ങളെ സംഹരിക്കുമോ? ബീഹാറിലെ കണ്ട് പഠിക്കൂ CPI. നിങ്ങളുടെ ഈ വരട്ടു തത്വവാദത്തിന് കിട്ടിയ മറുപടിയാണ് അവിടുത്തെ. കൂടുതൽ പറയണ്ടല്ലോ.